കൊല്ലം ചിതറയിൽ മലയോര ഹൈവേയോട് ചേർന്നുള്ള വീട്ടിൽ പട്ടാപ്പകൽ നടന്ന കവർച്ചയുടെ ഞെട്ടലിലാണ് നാട്ടുകാരും പോലീസും. വീടിന്റെ വാതിൽ കുത്തിപ്പൊളിച്ച് അകത്ത് കടന്ന മോഷ്ടാക്കൾ 10 പവന്റെ സ്വർണവും പണവും കവർന്നു. കവർച്ച നടത്തിയ വെള്ളനാട് സ്വദേശി ബിജു, മലയൻകീഴ് സ്വദേശി സതീശൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ജൂലൈ 28 ഞായറാഴ്ച കൊല്ലം ചിതറ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള അരിപ്പയിലെ കൈലാസം വീട്. മലയോര ഹൈവേയോട് ചേർന്നുള്ള ഈ വീട്ടിൽ അന്ന് പകൽ ആരുമുണ്ടായിരുന്നില്ല. വീട്ടുടമസ്ഥനായ ബിജു കുടുംബവുമൊത്ത് രാവിലെ 10 മണിയോടെ പുറത്തു പോയിരുന്നു. തൊട്ടടുത്ത മടത്തറയിലുള്ള ബന്ധുവീട്ടിലെ ചടങ്ങിനാണ് അവർ പോയത്. ഉച്ചയോടെ ബിജുവും കുടുംബവും വീട്ടിൽ തിരിച്ചെത്തി. വീട്ടിലെത്തിയപ്പോൾ കാണുന്നത് മുൻവശത്തെ വാതിൽ കുത്തിപ്പൊളിച്ചിട്ടിരിക്കുന്നതാണ്. അവർ അകത്ത് കയറി പരിശോധിച്ചു. വീട്ടിനുള്ളിലെ 3 അലമാരകളും കുത്തിപ്പൊളിച്ചിട്ടുണ്ട്. അലമാരകളിൽ സൂക്ഷിച്ചിരുന്ന 10 പവൻ സ്വർണവും പണവും നഷ്ടപ്പെട്ടു. ചിതറ പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിച്ചു. ചിതറ CI വി ബിജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം വീട്ടിലെത്തി പ്രാഥമിക പരിശോധന. കൊല്ലത്ത് നിന്നും ഫോറൻസിക് ഉദ്യോഗസ്ഥരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി. വിരലടയാളം അടക്കമുള്ള തെളിവുകൾ ശേഖരിച്ചു. അന്വേഷണത്തിനായി പ്രത്യേക സംഘം. സമീപത്തെ CCTV ദൃശ്യങ്ങളും മൊബൈൽ ടവറും കേന്ദ്രീകരിച്ച് തെരച്ചിൽ. മോഷ്ടാക്കൾ വീട്ടിലേക്ക് മതിൽ ചാടി വരുന്ന ദൃശ്യവും മോഷണശേഷം ഇരുചക്രവാഹനത്തിൽ സഞ്ചരിക്കുന്ന CCTV ദൃശ്യങ്ങളും പരിശോധിച്ചു. പ്രതികളെ പോലീസ് തിരിച്ചറിഞ്ഞു. ദിവസങ്ങൾക്കുള്ളിൽ തിരുവനന്തപുരം പൂന്തുറയിൽ നിന്നും 2 പ്രതികളും പോലീസ് പിടിയിൽ. എറണാകുളം ബിജു എന്നറിയപ്പെടുന്ന വെള്ളനാട് സ്വദേശി ബിജുവും മലയൻകീഴ് സ്വദേശി സതീശനുമാണ് അറസ്റ്റിലായത്. ഇരുവരുടെയും പേരിൽ 100-ലധികം കേസുകളുണ്ടെന്ന് പോലീസ് കണ്ടെത്തി. ബിജുവിന്റെ പേരിൽ മാത്രം 59 കേസുകളാണുള്ളത്. ന്യൂസ് മലയാളം, കൊല്ലം.